നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. കേരള സർവകലാശാല വിസിക്ക് തിരിച്ചടി. സർവകലാശാല യൂണിയന് കാലാവധി പൂർത്തിയാകുന്നതുവരെ തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവ്. സർവകലാശാല ഫണ്ട് അനുവദിച്ച് 2 പരിപാടികൾ നടത്താനും അനുമതി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിലുണ്ടായത് ഗുരുതര ക്രമക്കേടെന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ. കോടതി ഉത്തരവ് ലംഘിച്ചാണ് പരിപാടി നടന്നതെന്നും സാമ്പത്തിക സുതാര്യതയില്ല എന്നും റിപ്പോർട്ടിൽ. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണം അടക്കം നൽകിയത് ടെൻഡറില്ലാതെ. ശബരിമലയിൽ വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ജീവനക്കാരുടെ ബാങ്ക്, പോസ്റ്റ് ഓഫീസ് ഇടപാടുകൾ പരിശോധിക്കണമെന്ന് കോടതി. സ്ഥിര താൽക്കാലിക ജീവനക്കാരുടെ അക്കൗണ്ട് വഴി മാത്രം നടന്നത് 14 ലക്ഷത്തിന്റെ ഇടപാടുകൾ. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കോടതി. സ്വർണ്ണ സാമ്പിൾ പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത്. കട്ടളപ്പാളി കേസിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ ബൈജുവിന് സ്വാഭാവിക ജാമ്യം. ദ്വാരപാലക കേസിൽ റിമാൻഡിൽ തുടരും. കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. പൊതുഗതാഗതം സ്തംഭിച്ചു. പണിമുടക്ക് ബാധിക്കാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. പണിമുടക്കിന് ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തി പാർലമെന്റിന് മുന്നിൽ എംപിമാരുടെ പ്രതിഷേധം. T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നമീബിയയ്ക്കെതിരെ. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഓപ്പണർ അഭിഷേക് ശർമ്മ കളിക്കില്ല. മലയാളി താരം സഞ്ജു സാംസൺ ടീമിലെത്തിയേക്കും. മത്സരം വൈകിട്ട് 7-ന്. കേരള സർവകലാശാല യൂണിയൻ പിരിച്ചുവിട്ട വൈസ് ചാൻസലറുടെ ഉത്തരവ് ഹൈക്കോടതി തടഞ്ഞു. കാലാവധി തീരും വരെ യൂണിയന് തുടരാം. സർവകലാശാല അനുവദിച്ച 2 ഫണ്ടുകൾ ഉപയോഗിക്കാനും കോടതിയുടെ അനുമതി. അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാജേഷിലേക്ക് വരാം. എന്തായാലും യൂണിയൻ നടപടികൾ മരവിപ്പിച്ച VC നടപടിക്കെതിരെ സർവകലാശാല യൂണിയൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിലുണ്ടായത് ഗുരുതര ക്രമക്കേടെന്ന് കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പുറത്ത്. കോടതി ഉത്തരവ് ലംഘിച്ചാണ് പരിപാടി നടന്നതെന്നും സാമ്പത്തിക സുതാര്യതയില്ല എന്നും കൃത്യമായ കണക്കും ബില്ലുകളും ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണം അടക്കം നൽകിയത് ടെൻഡർ ഇല്ലാതെയാണെന്നും റിപ്പോർട്ടിലുണ്ട്. 2025 സെപ്റ്റംബർ 20-ന് പമ്പ ത്രിവേണിയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കിൽ വലിയ അപാകതകളുള്ളതായാണ് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മത്സര ടെൻഡറുകൾ പോലും വിളിക്കാതെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ അനുബന്ധ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിന് നിർമ്മാണ കരാറുകൾ നൽകി. ഒപ്പം 10% അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റേഷൻ ചാർജും അനുവദിച്ചു. ഇത് ഏകപക്ഷീയവും അമിതവുമെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. കണക്കുകളിൽ GST ബില്ലുകൾ അടക്കമില്ലാത്തത് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും ഉപകരാർ നൽകിയതിൽ കൃത്യമായ കണക്കില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഉപകരാറുകളൊന്നും ഓഡിറ്റിങ്ങിന് ഹാജരാക്കിയിട്ടില്ല. ബില്ലുകളൊന്നും ശരിയല്ലെന്നും ഓഡിറ്റർക്ക് കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താനായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. പരിപാടിയിൽ 2 ലക്ഷത്തിനുള്ള കലാപരിപാടികൾ തീരുമാനിച്ചതെങ്കിലും 8 ലക്ഷമാണ് ചിലവാക്കിയതെന്നും 2 കോടിയുടെ സ്പോൺസർഷിപ്പ് വരുമാനം അവ്യക്തമാണെന്നും റിപ്പോർട്ടിലുണ്ട്. അയ്യപ്പ സംഗമം നടത്തിപ്പിൽ ഊരാളുങ്കലിന് മാത്രം 4.04 കോടിയാണ് നൽകാനുള്ളത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് കുമരകത്തും മൂന്നാറും അടക്കമുള്ള ബാർ ഹോട്ടലുകളിൽ താമസമൊരുക്കിയ വകയിലും പണം നൽകാനുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അനുബന്ധമായി നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ വൻ അഴിമതിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. 7 കോടി രൂപ മുടക്കിയ പരിപാടി വൻ പരാജയമായിരുന്നു. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പണം ധൂർത്തടിച്ചു. അവിടെ എത്ര ആളുകൾ ഭക്ഷണം കഴിച്ചു എന്നതിന് പോലും കണക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ അഴിമതിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ 7 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു. ഇത് വൻതോതിലുള്ള ഒരു വെട്ടിപ്പിന്റെ വേദിയായിട്ടാണ് മാറിയത്. ആകെ ഒരു ദിവസത്തെ സമ്മേളനമാണ്. ഉച്ചയോടുകൂടി ആ സമ്മേളനം അവസാനിക്കുകയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ആ യോഗത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 7 കോടി രൂപ മുടക്കിയ ഈ സമ്മേളനം ഒരു വൻ പരാജയവുമായിരുന്നു. സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പണം ഇങ്ങനെ ദൂർത്തടിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്?
ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി. ശബരിമല ജീവനക്കാരുടെ പണമിടപാടുകളിലുള്ള അപാകതയിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 14 ലക്ഷത്തിലധികം പണം പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം നടന്നതായുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ലഭിച്ചിരുന്നു. തുടർന്ന് മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഹൈക്കോടതി അറിയിച്ചു. സ്പെഷ്യൽ കമ്മീഷണറുടെ അന്വേഷണത്തിൽ മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്ത താൽക്കാലിക ജീവനക്കാരടക്കം ശമ്പളത്തേക്കാൾ കൂടുതൽ തുക കുടുംബങ്ങളിലേക്ക് അയച്ചതായി കണ്ടെത്തിയിരുന്നു. ഗുരുതര സ്വഭാവത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശബരിമലയിലെ ജീവനക്കാർ നടത്തിയിട്ടുണ്ട് എന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയതിന് പിന്നാലെയാണ് വീണ്ടും പരിശോധനയ്ക്കായി സംഘം എത്തിയത്. ശ്രീകോവിലിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്വർണം വിശദമായി പരിശോധിച്ച ശേഷം സാമ്പിൾ ശേഖരിക്കും. നട അടച്ച സമയത്തായിരിക്കും പരിശോധനകൾ നടത്തുക. മുൻപ് നടത്തിയ പരിശോധനകളിൽ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് സംഘം വീണ്ടും പരിശോധനയ്ക്ക് എത്തിയത്. നാളെയും മറ്റന്നാളുമായി സംഘം സ്വർണ്ണപ്പാളികളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കും. പരിശോധനയിൽ SITക്കൊപ്പം ലീഗൽ മെട്രോളജി, ഗോൾഡ് അസസ്മെന്റ് വിഭാഗവുമുണ്ട്. പാളികൾ മാറിയോ എന്നും എത്ര സ്വർണം അതിലുണ്ട് എന്നറിയാനും ശാസ്ത്രീയ തെളിവുകൾക്കുമായി സാമ്പിളുകൾ മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം. കട്ടിളപ്പാളി കേസിലാണ് തിരുവാഭരണ മുൻ കമ്മീഷണർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട നിശ്ചിത കാലപരിധിക്കുള്ളിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഇതോടെ ബൈജുവിന് ജയിൽ മോചനം ലഭിക്കില്ല. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുള്ള സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ അദ്ദേഹം കസ്റ്റഡിയിൽ തുടരേണ്ടി വരും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരുന്നില്ല. ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. വിവിധ ജില്ലകളിൽ വാഹനങ്ങൾ തടഞ്ഞത് നേരിയ സംഘർഷത്തിന് വഴിവെച്ചുവെങ്കിലും തലസ്ഥാനത്ത് പണിമുടക്ക് സമാധാനപരമായിരുന്നു. നഗരത്തിൽ CITUവിന്റെയും INTUCന്റെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം LDF കൺവീനർ TP രാമകൃഷ്ണനും K മുരളീധരനും ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചാണ് രാജ്യത്തെ 10ഓളം പ്രതിപക്ഷ സംഘടനകൾ സംയുക്തമായി ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നത് കൂടാതെ സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കി. KSRTCയും സർവീസ് നടത്തിയില്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിയവരാണ് വാഹനം കിട്ടാതെ വലഞ്ഞത്. ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം 1-1.5 മണിക്കൂറായി. ഒരു വണ്ടി ഇതുവരെ പോയിട്ടില്ല. ട്രെയിനിൽ കയറിയതിനു ശേഷം നമുക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഇതുവരെ ഒരു ചായ പോലും കുടിക്കാൻ പറ്റിയില്ല. നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്തേനെ. ഇപ്പോൾ വിളിച്ചപ്പോൾ വരത്തില്ല എന്നാണ് പറയുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് എത്തിയവരെ പോലീസ് വാഹനത്തിലും സേവാഭാരതി ആംബുലൻസിലും ആശുപത്രികളിൽ എത്തിച്ചു. പെട്ടുപോയതാ, സത്യത്തിൽ പെട്ടുപോയതാ. ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ അറിയുമായിരുന്നു, പക്ഷേ ഇത്ര സ്ട്രോങ് ആണെന്ന് അറിയില്ലായിരുന്നു. ഇത്ര പ്രശ്നം ഉണ്ടാവും അറിഞ്ഞില്ല. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച മന്ത്രി V ശിവൻകുട്ടി ഔദ്യോഗിക വസതിയിൽ നിന്നും കാൽനടയായാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയത്. ഔദ്യോഗിക വസതിയിൽ നിന്ന് നടന്ന് ഈ സംയുക്ത സമരസമിതിയുടെ പ്രകടനം ആരംഭിക്കുന്ന മ്യൂസിയം ജംഗ്ഷൻ വരെ നടന്നു വന്ന് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ലോക്ഭവനിലേക്ക് നടന്ന മാർച്ചും ധർണയും LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. INTUCയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. KSRTCയിൽ സർവീസ് നടത്താനെത്തിയ തൊഴിലാളികളെ തടഞ്ഞതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ പണിമുടക്ക് സമാധാനപരമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പണിമുടക്ക് മധ്യകേരളത്തിലും പൂർണ്ണം. കൊച്ചിയിൽ സ്വകാര്യ വാഹനങ്ങളും ഓൺലൈൻ ടാക്സി സർവീസുകളും ഒഴികെ മറ്റ് വാഹനങ്ങൾ ഓടിയില്ല. കോട്ടയത്തും തൃശൂരിലും ആലപ്പുഴയിലും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തിയ പണിമുടക്കിൽ മധ്യകേരളം സ്തംഭിച്ചു. തൊഴിലാളി യൂണിയനുകളുടെ സമരത്തോട് പൊതുജനങ്ങളും സഹകരിക്കുന്ന കാഴ്ചയാണ് കൊച്ചിയിൽ കണ്ടത്. രാവിലെ മുതൽ നഗരത്തിലെ നിരത്തുകൾ ഒഴിഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും KSRTCയും സമരത്തിന്റെ ഭാഗമായതോടെ ഗതാഗതം മുടങ്ങി. എന്നാൽ കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും ഇന്നും സർവീസ് നടത്തി. നഗരത്തിൽ CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി.
BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഏറ്റവും വലിയ സമരമാണ് സംയുക്ത തൊഴിലാളികളുടെ പണിമുടക്കെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം അഭിപ്രായപ്പെട്ടു. പണിമുടക്കാനുള്ള തൊഴിലാളികളുടെ അവകാശം ഈ സർക്കാർ ഇല്ലാതാക്കിയെന്നും സമരങ്ങളിലൂടെയാണ് തൊഴിലാളികൾ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കാലോചിതമായി ഈ നാട്ടിലുണ്ടാകുന്ന വികസനത്തിന്റെ അവകാശം, അതിന്റെ ഒരു ഭാഗം അനുഭവിക്കാൻ നമുക്ക് അവകാശമില്ലേ? ഇതിനൊക്കെ വേണ്ടി വരുന്ന പണം ജോലി ചെയ്താൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന തൊഴിലാളികൾക്ക് കൂലിയല്ലാതെ വേറെ എന്താ വരുമാനം? അപ്പോൾ അതിലൊരു ചെറിയ വർധനവ് വേണം. അതാവശ്യപ്പെട്ട് തൊഴിലുടമകൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു പ്രകടനം നടത്തി, പിറ്റേന്ന് സ്ഥാപനത്തിന് മുമ്പിൽ ഒരു ധർണ നടത്തി, പിന്നെ ഗവൺമെന്റ് ഓഫീസിന് മുമ്പിൽ സമരം നടത്തി, ലേബർ ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് കൊടുത്ത് ഒരു മധ്യസ്ഥ ചർച്ച നടത്തി. ഇങ്ങനെയൊക്കെയാണ് തൊഴിൽ തർക്കം തീർക്കുക. ഇങ്ങനെ കൂട്ടായി വില പേശാനുള്ള തൊഴിലാളികളുടെ അവകാശം ഈ ഗവൺമെന്റ് ഇല്ലാതാക്കി. തൃശൂരിൽ KSRTC ബസ്സുകളൊന്നും സർവീസ് നടത്തിയില്ല. 41 ബസ്സുകൾ പോകേണ്ട ഡിപ്പോയിൽ നിന്നും ഒരു ബസ് പോലും സർവീസ് നടത്തിയില്ല. ദീർഘദൂര യാത്രക്കായി എത്തിയ യാത്രക്കാർ നഗരത്തിൽ വലഞ്ഞു. കോട്ടയത്ത് സ്വകാര്യ സ്ഥാപനങ്ങളും പരിമിതമായി മാത്രമാണ് പണിമുടക്ക് ദിനത്തിൽ തുറന്നു പ്രവർത്തിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ ചുരുക്കം ജീവനക്കാർ മാത്രമാണ് ഇന്ന് എത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് പുതിയങ്ങാടിയിൽ സമരാനുകൂലികൾ സ്കൂൾ അടപ്പിച്ചു. പുതിയങ്ങാടി GMUP സ്കൂളാണ് അടപ്പിച്ചത്. ക്ലാസ്സിൽ കയറിയ അധ്യാപകരെ പുറത്തിറക്കിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. തുടർന്ന് പ്രതിഷേധവുമായി അധ്യാപകർ രംഗത്തെത്തി. ഏകദേശം 13ഓളം അധ്യാപകർ ജോലിക്കെത്തിയിരുന്നു. സമരക്കാർ ഇവരെ തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു. അധ്യാപകർ ഗേറ്റിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. പണിമുടക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചില്ല. പഞ്ചാബും ഒഡീഷയും ഡൽഹിയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഉച്ചയ്ക്ക് 2 മണിക്ക് ജന്തർ മന്ദറിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഒത്തുചേർന്ന പ്രതിഷേധ യോഗം നടന്നു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഇന്ത്യ-US വ്യാപാര കരാറിലെ അവ്യക്തതകൾ നീക്കുക, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തിരികെ കൊണ്ടുവരിക, ഇൻഷുറൻസ് മേഖലയിലെ 100% വിദേശ നിക്ഷേപം ഒഴിവാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 10ഓളം ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത്. തൊഴിലാളി വിരുദ്ധ നടപടികൾ മോദി സർക്കാർ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ INTUC തൊഴിലാളി പ്രസ്ഥാനത്തെ ഛിന്നഭിന്നമാക്കുന്നു. VD സതീശൻ ജാഥ മാറ്റണമെന്ന് INTUC ആവശ്യപ്പെട്ടിട്ടും മുഖവിലക്കെടുത്തില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മലപ്പുറം കോട്ടക്കലിൽ നടന്ന തൊഴിലാളികളുടെ പ്രകടനത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. 29 നിയമവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന തൊഴിലാളി വർഗം നേടിയ അതിശക്തിയായ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഭാഗമായിട്ടുണ്ടായ തൊഴിലാളി നിയമങ്ങളെല്ലാം വളരെ ചുരുക്കത്തിൽ ചേർത്ത് തൊഴിലാളി വർഗ പോരാട്ടങ്ങളെയും സമരങ്ങളെയും അതിൻ്റെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ 4 ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുക. ഇതിനെതിരായി തൊഴിലാളി വർഗം നടത്തുന്ന ഉജ്ജ്വലമായ ഈ പോരാട്ടത്തിന് ഇന്ത്യയിലെ കർഷക ജനവിഭാഗങ്ങൾ മുഴുവൻ പിന്തുണ നൽകുന്നു എന്നുള്ളതും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇതോടെ രാഹുലിന് 3 കേസുകളിലും ജാമ്യം ലഭിച്ചു. യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു എന്ന പ്രതിയെന്നും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ജാമ്യം അനുവദിക്കുന്നത് തന്റെ ജീവന ഭീഷണിയാണെന്നും നിരവധി പെൺകുട്ടികളെ സമാന രീതിയിൽ പ്രതിപീഡിപ്പിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരി കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ യുവതിയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ല എന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. തുടർന്നാണ് കർശനോപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ബിവറേജസ് കോർപ്പറേഷൻ പുറത്തിറക്കുന്ന മദ്യത്തിന്റെ പേരിടൽ മത്സരത്തിന്റെ എല്ലാ തുടർ നടപടികളും സ്റ്റേ ചെയ്ത ഹൈക്കോടതി. കൊല്ലത്തെ കോൺഗ്രസ് നേതാവ് MM സജീവ് കുമാർ നൽകിയ ഹർജിയിലാണ് നടപടി. ബിവറേജസ് കോർപ്പറേഷന്റെ കീഴിൽ മലബാർ ഡിസ്റ്റിലറീസ് നിർമ്മിക്കുന്ന പുതിയ ബ്രാൻഡിയുടെ പേര്, ലോഗോ ഉൾപ്പെടെ നിർദ്ദേശിക്കുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനെതിരെയാണ് സഞ്ജീവ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. തിരുവല്ലയിലെ സ്പായിൽ യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി പോലീസ്. കേസിൽ പിടിയിലായ 6 പ്രതികളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സ്പായിൽ നടന്നത് കൊട്ടേഷനല്ലെന്നും ലക്ഷ്യം ഗുണ്ടാപിരിവായിരുന്നുവെന്നും സംഭവത്തിൽ 7ാമതൊരാൾ കൂടി കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്.
ഫെബ്രുവരി 1-ാം തീയതിയാണ് തിരുവല്ലയിലെ സ്പായിൽ ജീവനക്കാരി ക്രൂരബലാത്സംഗത്തിനിരയായത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ നടന്നത് കൊട്ടേഷനാണെന്ന ആരോപണവുമായി സ്പാ ഉടമ രംഗത്തെത്തിയിരുന്നു. നിലവിൽ 6 പ്രതികളും പോലീസ് കസ്റ്റഡിയിലായതോടെയാണ് നിർണായക കണ്ടെത്തലുകളുണ്ടായത്. സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനല്ലെന്ന് വ്യക്തമാക്കിയ പോലീസ് പ്രതികളെത്തിയത് ഗുണ്ടാപിരിവിന് തന്നെയെന്നും കൂട്ടിച്ചേർക്കുന്നു. 50,000 രൂപയാണ് പ്രതികൾ ആവശ്യപ്പെട്ടത്. പണം നൽകാതെ വന്നതോടെയാണ് ജീവനക്കാരിയെ ബലാത്സംഗത്തിനിരയാക്കിയത്. കേസിൽ ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. പോലീസ് നടത്തിയ CCTV ദൃശ്യങ്ങളുടെ വിശദമായ പരിശോധനയിലാണ് 7ാമതൊരാൾ കൂടി കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് വ്യക്തമായത്. മുഖ്യപ്രതി മരണസുബിനെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് കൂട്ടാളികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഒളിവിലുള്ള ഈ 7ാം പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഒപ്പം സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങൽ, ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധം എന്നിവയിൽ തിരുവല്ല സ്റ്റേഷനിലെ ചില പോലീസുകാർക്കെതിരായ ആക്ഷേപത്തിൽ വകുപ്പുതല പരിശോധനയും നടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു നൽകിയ അപ്പീൽ ഹർജിയിൽ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് കേസിൽ വിധി വരുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കോടതി നടപടികൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധിയും ശിക്ഷാവിധിയും റദ്ദാക്കണമെന്നാണ് ആന്റണി രാജുവിന്റെ ആവശ്യം. മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കിയാൽ ആന്റണി രാജുവിന് MLA ആയി തിരികെ എത്താം. അഭിഭാഷകനായിരിക്കെ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയ കേസിലാണ് ആന്റണി രാജുവിനെ 3 വർഷത്തേക്ക് ശിക്ഷിച്ചത്. കുറ്റ്യാടിയിൽ പുതിയുഗ യാത്രയ്ക്കിടെ അച്ചടക്കരാഹിത്യം ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാധ്യമങ്ങളില്ലാത്ത കാര്യം ഊതി വീർപ്പിക്കുകയാണ്. സമയക്കുറവ് കാരണം താൻ പ്രസംഗിക്കാനില്ല, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതിയെന്നാണ് ഷാഫി പറഞ്ഞത്. മുല്ലപ്പള്ളി വീണു എന്ന വാർത്ത തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. ബന്ദിനും ഹർത്താലിനും സമാനമാക്കി പൊതുപണിമുടക്കിന് മാറ്റുന്നത് കേരളത്തിൽ മാത്രമാണ്. ഈ രീതി നല്ലതാണോ എന്നത് പൊതു ചർച്ച വേണമെന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട് പറഞ്ഞു. ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഒരു നെഗറ്റീവ് വാർത്ത അത് ശരിയല്ല. കുറ്റ്യാടിയിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനെ പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. എന്താണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണുപോയെന്ന്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും. മുല്ലപ്പള്ളി രാമേന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി കടലാസിൽ ഒതുങ്ങുമ്പോൾ വന്യമൃഗഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മലപ്പുറം ചാലിയാറിലെ നിരവധി കുടുംബങ്ങൾ. നവകിരണം പുനരധിവാസ പദ്ധതി വഴി ഭൂമി വിട്ടു നൽകാൻ തയ്യാറായ ചാലിയാർ പഞ്ചായത്തിലെ 64 കുടുംബങ്ങളാണ് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത്. ഏറ്റവും വലിയ വിഷയം ആനശല്യമാണ്. രാത്രിയെ ബാത്റൂം പോകാനോ ഒന്നിനും എനിക്ക് പറ്റില്ല. ഇവിടെ ആനശല്യം ഭയങ്കരമാണ്. ജീവികളെ കണ്ടോ ഓടി അകത്ത് കയറും. ചാലിയാർ പഞ്ചായത്തിലെ തണ്ണിപ്പൊയിൽ, പന്നിയങ്ങാട്, വടക്കേ പെരിമുണ്ട, പൊക്കോട്, ചരിയംകുത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങളാണ് വന്യമൃഗ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാനായി 2021 നവഗ്രഹണം പദ്ധതിയിൽ അപേക്ഷ നൽകിയത്. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഇവരുടെ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ആദ്യം അപേക്ഷ നൽകിയവരിൽ 75 പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തെങ്കിലും 64 കുടുംബങ്ങൾ ഇപ്പോഴും കാത്തിരിപ്പിലാണ്. ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ചെങ്കിലും നടപടികൾ പുരോഗമിക്കുന്നു എന്ന വനം വകുപ്പിന്റെ അറിയിപ്പ് മാത്രമാണ് വർഷങ്ങളായി ഇവർക്ക് ലഭിക്കുന്നത്. ഏതു നിമിഷവും വന്യമൃഗങ്ങൾ ആക്രമിക്കാമെന്ന ഭീതിയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ. വന്യമൃഗശല്യം കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. ഇനി പണിക്ക് പോകണം ഞാനടക്കമുള്ള ആളുകൾക്കാണെങ്കിൽ പകൽ പോയാൽ തന്നെ രാത്രി എങ്ങനെ തിരിച്ചു വരും എന്നുള്ള പേടിയാണ്. രാത്രി 6 മണി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ വണ്ടി പോകുന്ന ആ വഴി ആണെങ്കിലും ഇപ്പം നമ്മളെ ഏരിയ ആണത്, ആ ഭാഗത്താണെങ്കിലും കാട്ടാനശല്യം ഉള്ളതാണ്. 6 മണിക്ക് ശേഷം ഒരാൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരും ഇങ്ങോട്ട് വരില്ല. ഈ രാത്രി ആണെങ്കിലും പകലാണെങ്കിലും ഒരാൾ സുഖമില്ലാതെ അവിടെ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ വീട്ടിൽ കിടന്ന് ചാവുകയുള്ളൂ. കാരണം വണ്ടിക്കാർ വരില്ല. അപ്പോൾ നമ്മൾ പോകുന്ന അത്രയും 1-2 കിലോമീറ്റർ ദൂരം നമ്മൾ ഏറ്റി പോകണ്ടേ, എന്നിട്ടല്ലേ ഒരു ആശുപത്രിക്ക് എത്താൻ കഴിയുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. വിവാഹം, ചികിത്സ തുടങ്ങി ആവശ്യങ്ങൾക്കായി അടിയന്തര ഘട്ടങ്ങളിൽ ഭൂമി പണയപ്പെടുത്തി ഒരു വായ്പ എടുക്കാൻ പോലും സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെട്ടതിനാൽ ഇവർക്ക് കഴിയുന്നില്ല. പിന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കാന്നുള്ളത് പദ്ധതി വന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥലം വിൽക്കാനും പറ്റില്ല, ഒരു ലോണ് കിട്ടുമല്ല. കല്യാണമായാലും പിന്നെ കുട്ടികളെ കെട്ടിക്കലായാലും പിന്നെ എന്തൊരു കാര്യത്തിനും, ഒരു വീട് വെക്കാനാണോ, ഒന്നിനും കൊടുത്താൽ
പിന്നെ ലോണ് കിട്ടില്ല. മാത്രമല്ല നഷ്ടത്തിന് ആനുപാതികമല്ല സർക്കാർ കൊടുക്കുന്ന നഷ്ടപരിഹാരം എന്നതും ഇവരെ ബുദ്ധിമുട്ടിക്കുന്നു. നഷ്ടപ്പെടുന്നത് 2 സെന്റ് ഭൂമിയായാലും 2 ഏക്കർ ഭൂമിയായാലും നഷ്ടപരിഹാരം 15 ലക്ഷം മാത്രമാണ്. കൂടാതെ വന്യമൃഗശല്യം കാരണം ആശ്രിതരുടെ വീടുകളിലേക്ക് താമസം മാറിപ്പോയവർക്കും നഷ്ടപരിഹാരം നൽകാത്തതും പ്രതിസന്ധിയാകുന്നു. വർഷക്കാലമായാൽ വനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാകും. എത്രയും പെട്ടെന്ന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കി ഭയമില്ലാതെ ജീവിക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. നിർദ്ദിഷ്ട ശബരി എയർപോർട്ടിനായി പരിഗണിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് വിൽക്കുന്നതിനായി ഹാരിസൺ മലയാളം കമ്പനി വ്യാജരേഖ ചമച്ചിരുന്നതായി പരാതി. പാലാ സ്വദേശിയായ അഭിഭാഷകൻ ബേബി സൈമണാണ് കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഹാരിസൺ മലയാളം കമ്പനി, ഗോസ്പൽ ഫോർ ഏഷ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവർക്കെതിരെ എരുമേലി, മണിമല പോലീസ് സ്റ്റേഷനുകളിലായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ട്രസ്റ്റിന് ഹാരിസൺ മലയാളം കമ്പനി വ്യാജരേഖകൾ ചമച്ച് ഉടമസ്ഥാവകാശം കൈമാറി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അഭിഭാഷകനും പാലാ സ്വദേശിയുമായ ബേബി സൈമൺ കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഇരിക്കേണ്ട 2263.80 ഏക്കർ ഭൂമി പ്രസ്തുത ഭൂമി ഉൾപ്പെടുന്ന വില്ലേജ് താലൂക്ക് രേഖകളിൽ കൃത്രിമത്വം നടത്തിയും വ്യാജരേഖ ചമച്ചും 60 കോടി രൂപയ്ക്ക് വിറ്റുവെന്നാണ് പരാതി. ഹാരിസൺ മലയാളം കമ്പനിയും അതിൻ്റെ ഡയറക്ടർമാരുമാണ് 1 മുതൽ 4 വരെ പ്രതികൾ. ഭൂമി വാങ്ങിയ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് 5ാം പ്രതിയുമാണ്. രേഖകൾ പരിശോധിച്ച കോടതി വസ്തു നിലനിൽക്കുന്ന പോലീസ് സ്റ്റേഷനുകളായ മണിമല, എരുമേലി എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് കേസെടുക്കുവാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. സമഗ്രമായിട്ടൊരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതാണ്. 2000-ൽ പരം ഏക്കർ ഭൂമി സർക്കാരിന്റെ കൈവശം ഇരിക്കേണ്ട സാധനം ഇന്ത്യയിൽ ഒരു രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത ഒരു ഫിറ്റീഷ്യസ് ട്രസ്റ്റിന് കൈമാറ്റം ചെയ്ത് പോകുന്ന ഒരവസ്ഥ എങ്ങനെ കണ്ടുനിന്നു എന്നതിലും അന്വേഷണം വലിയ തോതിലുമാണ്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മണിമല പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 128/2026 എരുമേലി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 96/2026 കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന, സർക്കാർ മുതൽ കൈവശപ്പെടുത്തൽ മുതലായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഹർജിക്കാരനു വേണ്ടി ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് M. മേനോനാണ് കാഞ്ഞിരപ്പള്ളി കോടതിയിൽ ഹാജരായത്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ പാലാ സബ് കോടതി ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് അനുകൂലമായി കഴിഞ്ഞ മാസം 19-ന് വിധി പ്രഖ്യാപിച്ചിരുന്നു. ഭൂമിയിൽ സർക്കാരിന്റെ ഉടമസ്ഥത തെളിയിക്കുന്നതിനുള്ള അടിസ്ഥാന രേഖകൾ പോലും പ്രോസിക്യൂഷൻ ഹാജരാക്കാതെ വന്നതാണ് വിധി സർക്കാരിന് എതിരാകാൻ കാരണമെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. 114ാമത് അയിരൂർ ചെറുകോൽ പുഴ ഹിന്ദുമത പരിഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഫെബ്രുവരി 15 മുതൽ 22 വരെ പമ്പാ നദീ തീരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ശ്രീ വിദ്യാധിരാജ നഗറിലാണ് പരിഷത്ത് അരങ്ങേറുന്നത്. പ്രമുഖാചാര്യന്മാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുന്ന വിപുലമായ പരിപാടികളാണ് 8 ദിവസങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്നത്. ചെറുകോൽ പുഴയിൽ പമ്പാ മണൽപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് പന്തലും വേദിയും അലങ്കാരങ്ങളും ഒരുങ്ങുന്നത്. പമ്പാ നദിക്ക് കുറുകെ സമ്മേളന നഗരിയിലേക്കുള്ള താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. പമ്പാ തീരത്ത് അടിഞ്ഞുകൂടിയ മണ്ണും കാടും നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. മേജർ ഇറിഗേഷൻ്റെ വർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന പോലെ തന്നെ ഈ വർഷവും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെ കാടുകൾ തെളിക്കുകയും നദിയുടെ തീരം വൃത്തിയാക്കുകയൊക്കെ ചെയ്തതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പന്തലിൻ്റെ നിർമ്മാണം തന്നെ ഏതാണ്ട് പൂർണ്ണഘട്ടത്തിലെത്തിയിരിക്കുന്നതാണ്. ഇനിയിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കറക്ഷൻസുകളൊക്കെ വരുത്തിയാൽ മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും നമ്മുടെ ചെറുകോൽ കരയിൽ നിന്നും അയിരൂർ കരയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള താൽക്കാലിക പാലം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നതാണ്. ഫെബ്രുവരി 15-ന് രാവിലെ കൊല്ലം പത്മന ആശ്രമത്തിൽ നിന്നുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്രയും പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പതാക ഘോഷയാത്രയും എഴുമറ്റൂർ ശ്രീ പരമ ഭട്ടാരക ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും സമന്വയിച്ച് സമ്മേളന നഗരിയായ ശ്രീ വിദ്യാധിരാജ നഗറിലെത്തും. ശേഷം ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ പതാക ഉയർത്തും. വൈകിട്ട് 3:45-ന് തിരുനാവായ മഹാമാഘ മഹോത്സവ പരമാചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള
ദിവസങ്ങളിൽ ധർമാചാര്യ സഭ, പരിസ്ഥിതി കാർഷിക സമ്മേളനം, അയ്യപ്പ ഭക്ത സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, വനിതാ സമ്മേളനം, ബാലമഹാസമ്മേളനം എന്നിവ നടക്കും. ഒപ്പം രാമായണ സമീക്ഷകൾ, നാരായണീയ പാരായണം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നിവയാൽ സമ്മേളന നഗർ ഭക്തിസാന്ദ്രമാകും. ഫെബ്രുവരി 22-ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാത്രി 8 മണിക്ക് പമ്പാ നദിയിൽ നടക്കുന്ന മഹാ ആരതിയോടെ 8 ദിവസത്തെ പരിഷത്തിന് സമാപനമാകും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഏഷ്യയിലെ വിസ്മയമായ ഇടുക്കി ആർച്ച് ഡാം 50ാം പിറന്നാളിന്റെ നിറവിൽ. 1976 ഫെബ്രുവരി 12-ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന് സമർപ്പിച്ച ഈ മഹാത്ഭുതം ഇന്നും കേരളത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി നിലകൊള്ളുന്നു. 1976 ഫെബ്രുവരി 12 രാവിലെ 9 മണി. കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തിയ ആ നിമിഷത്തിലാണ് ഇന്ദിരാഗാന്ധി ഇടുക്കി ഡാം നാടിന് സമർപ്പിച്ചത്. 1919 ഇറ്റാലിയൻ എഞ്ചിനീയർ ജേക്കബ് മുമ്പോട്ട് വെച്ച ആശയം പിൽക്കാലത്ത് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ട് WJ ജോണിന്റെയും ആദിവാസി മൂപ്പൻ കൊലുമ്പന്റെയും കണ്ടെത്തലിലൂടെയാണ് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയത്. കുറവൻകുറത്തി മലയിടുക്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പെരിയാറിന് കുറുകെ പണിത ഈ ആർച്ച് ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഡാമുകളിലൊന്നാണ്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിങ്ങനെ 3 അണക്കെട്ടുകൾ ചേരുന്നതാണ് ഈ ബൃഹത്തായ പദ്ധതി. കാനഡയുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ 1960കളിൽ ആരംഭിച്ച നിർമ്മാണം അടിയന്തരാവസ്ഥയുടെ അവസാന കാലത്താണ് പൂർത്തിയായത്. മൂലമറ്റത്തെ ഭൂഗർഭ നിലയത്തിലേക്ക് വെള്ളമെത്തിച്ചാണ് ഇടുക്കി അണക്കെട്ട് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. 50ാം വാർഷികത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴും ഏഷ്യയിലെ ഈ വമ്പൻ നിർമ്മിതി അത്ഭുതമായി ഇന്നും വിനോദസഞ്ചാരികളെയും സാങ്കേതിക വിദഗ്ധരെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ UG PG കോൺവക്കേഷൻ നാളെ നടക്കും. കൊല്ലം ആശ്രാമം യൂനസ് കൺവെൻഷൻ സെന്ററിൽ യൂണിവേഴ്സിറ്റി ചാൻസലർ കൂടിയായ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ആദ്യ ബാച്ച് UG പഠിതാക്കളും ആദ്യ 2 ബാച്ച് PG പഠിതാക്കളും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത 865 പേർക്കാണ് ബിരുദം സമ്മാനിക്കുക എന്ന് സർവകലാശാല ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30-ന് സെനറ്റ് യോഗത്തിന് ശേഷം 11 മണിയോടെ കോൺവക്കേഷൻ ആരംഭിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യാതിഥിയായും ധനമന്ത്രി KN ബാലഗോപാൽ, മന്ത്രി J ചിഞ്ചുറാണി എന്നിവർ വിശിഷ്ടാതിഥികളായും പങ്കെടുക്കും. വൈസ് ചാൻസലർ പ്രൊഫസർ ജഗതി രാജ് VP അടക്കമുള്ള സർവകലാശാല ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദൂര വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആയിരക്കണക്കിന് പഠിതാക്കൾക്ക് വിജ്ഞാനത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. പഠനത്തോടൊപ്പം കലാകായിക സാംസ്കാരിക മേളകളും പഠിതാക്കൾക്കായി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നു. കൊല്ലം കുളത്തൂപ്പുഴയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത്. 16 ഏക്കർ സ്വദേശി നാഷിമിന്റെ വീടിന് സമീപമാണ് അവശനിലയിൽ കാട്ടുപോത്തിനെ കണ്ടത്. ഉടൻ തന്നെ അഞ്ചൽ DFOയുടെ നേതൃത്വത്തിൽ വനവകുപ്പ് ഡോക്ടർ സ്ഥലത്തെത്തി പ്രാഥമിക ചികിത്സ നൽകി. ആരോഗ്യം വീണ്ടെടുക്കും വരെ അഞ്ചൽ റേഞ്ച് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ തുടരും. ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിച്ചു. രാവിലെ 7:30 മുതൽ വൈകിട്ട് 4 മണിവരെയായിരുന്നു പോളിംഗ്. 2024 ഓഗസ്റ്റിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. പാർലമെന്റിലെ 300 സീറ്റുകളിലേക്കായി 1981 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 പാർട്ടികളുടെ സഖ്യവും തമ്മിലാണ് പ്രധാന പോരാട്ടം. പണിമുടക്ക് ദിവസം തുറന്ന് പ്രവർത്തിച്ച ബാർ ഹോട്ടലിന് നേരെ ആക്രമണം. കോട്ടയം പായിപ്പാട് പ്രവർത്തിക്കുന്ന എമറാൾഡ് ഹോട്ടലിലാണ് ഒരു സംഘം അതിക്രമം നടത്തിയത്. ഹോട്ടലിന്റെ മുൻവശത്തെ വാതിൽ അടിച്ചു തകർത്തു. ബാറിലെ ജീവനക്കാരെ മർദ്ദിക്കുകയും സാധനങ്ങൾ തകർക്കുകയും ചെയ്തതായി പരാതിയുണ്ട്. ഇരുചക്ര വാഹനത്തിലെത്തിയവരാണ് അതിക്രമം നടത്തിയത്. സംഭവത്തിൽ ഹോട്ടൽ ഉടമ ശ്രീകുമാർ തൃക്കൊടിത്താനം പോലീസിൽ പരാതി നൽകി. 5 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നും പരാതിയിൽ പറയുന്നു. സമരാനുകൂലികളാണ് അതിക്രമം നടത്തിയത് എന്നാണ് ഉടമയുടെ ആരോപണം. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ SFI. കേരള സർവകലാശാല യൂണിയൻ പിരിച്ചുവിട്ട VCയുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് VCക്കെതിരെ പ്രതിഷേധവുമായി SFI രംഗത്തെത്തിയത്. വൈസ് ചാൻസലറുടെ വസതിയുടെ മതിൽ പ്രവർത്തകർ പ്രതിഷേധ പോസ്റ്റർ ഒട്ടിച്ചു. VC യൂണിയനെ റദ്ദാക്കി, VCയെ ഹൈക്കോടതി റദ്ദാക്കിയെന്ന് പോസ്റ്ററിൽ പറയുന്നു.
പോസ്റ്റർ ഒട്ടിക്കാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഓസ്ട്രേലിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഓസ്ട്രേലിയൻ പൗരൻ അറസ്റ്റിൽ. സഖ്യുള്ള ഇൻസെറ്റ് പാർക്കർ എന്ന 58-കാരനാണ് അറസ്റ്റിലായത്. UAEയിൽ ജോലി ചെയ്തിരുന്ന യുവതിക്കാണ് പണം നഷ്ടപ്പെട്ടത്. സോഷ്യൽ മീഡിയ വഴിയാണ് യുവതി ഇയാളെ പരിചയപ്പെട്ടത്. ഓസ്ട്രേലിയയിലെ പ്രശസ്ത കമ്പനിയിലെ CEO ആണെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ഈ കമ്പനിയിൽ ജോലി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ജോലിക്ക് വേണ്ടി 5,80,000 രൂപയാണ് ഇയാൾ വാങ്ങിയത്. ജോലി ലഭിക്കാതെ വന്നതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും നിരവധി രേഖകളും കണ്ടെടുത്തു. T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നമീബിയെ നേരിടും. ആദ്യ മത്സരത്തിൽ USA കീഴടക്കിയ ഇന്ത്യ വിജയ തുടർച്ച നേടിയാണ് ഇന്നിറങ്ങുന്നത്. നമീബിയ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സിനോട് 7 വിക്കറ്റിന് തോറ്റിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഓപ്പണർ അഭിഷേക് ശർമ്മ ഇന്ന് കളിച്ചേക്കില്ല. കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് ടീമിലെത്തിയേക്കും. പേസ് ബൗളർ ജസ്പ്രീത് ബുംറയും ഇന്ന് കളിക്കാൻ സാധ്യത കുറവാണ്. 2011 ഇന്ത്യക്ക് ഏകദിന ലോകകപ്പ് സമ്മാനിച്ച കോച്ച് ഗാരി ക്രിസ്റ്റനാണ് നിലവിൽ നമീബിയയുടെ പരിശീലകൻ. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണി മുതലാണ് മത്സരം.